ഈ സംഘർഷം വികസിക്കുന്നതിൽ ഏറ്റവും വലിയ കാഷ്വാലിറ്റി യഥാർത്ഥത്തിൽ ഉണ്ടാവുക ഇന്ത്യക്കായിരിക്കും. ഇറാൻ്റെ ഏറ്റവും അടുത്ത സഖ്യശക്തി ആണ് റഷ്യ, അതുപോലെ ചൈനയും. ഇറാനും ഇസ്രായേലും തമ്മിൽ അതിർത്തി പങ്കുവയ്ക്കുന്നില്ല. ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കണമെങ്കിൽ അങ്ങോട്ട് മിസൈൽ അയക്കുക, അതല്ലെങ്കിൽ പോർവിമാനങ്ങൾ അയച്ച് ആക്രമിക്കുക എന്നുള്ളത്. ഇറാന് വേണ്ടിയിട്ട് സൈനികമായിട്ടോ തന്ത്രപരമായിട്ടോ ആയുധങ്ങൾ നൽകിയോ ഒന്നും ചൈന സഹായിക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. ഇറാനിൽ നിന്നുള്ള എണ്ണ, ഇറാനുമായിട്ടുള്ള പല തരത്തിലുള്ള സഹകരണം, ഇതൊക്കെ ഇന്ത്യക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും ഇന്ത്യയെയും ഇന്ത്യക്കാരെയും പ്രതികൂലമായി ബാധിക്കും എന്നത് വളരെ പ്രധാനമാണ്. കാരണം ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണയുടെ മേലെ ഏറെക്കുറെ സമ്പൂർണ്ണമായ ആശ്രിതത്വം ഭാരതത്തിനുണ്ട്. ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് നമുക്ക് വില കുറച്ച് എണ്ണ കിട്ടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ വലിയ രൂപത്തിൽ റഷ്യൻ എണ്ണ, അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. എങ്കിലും സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈൻ അടങ്ങുന്ന ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ വിഷയം, ഗൾഫ് കടൽ, അതിൻ്റെ റിം റീജിയൻ, അതിൻ്റെ ചുറ്റുവട്ടമുള്ള രാജ്യങ്ങൾ, അത് തന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പോൾ ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും ഇന്ത്യയെയും ഇന്ത്യക്കാരെയും പ്രതികൂലമായി ബാധിക്കും എന്നത് വളരെ പ്രധാനമാണ്. നമ്മളുടെ ഈ ഗൾഫ് മേഖല എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാരതത്തിൻ്റെ എക്സ്റ്റൻഷൻ പോലെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന സംഘർഷം തീർച്ചയായിട്ടും ഇന്ത്യയെ ബാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇറാനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധങ്ങളാണ്. ഇന്ത്യ ഇറാൻ ബന്ധങ്ങളെയും ഈ സംഘർഷം ബാധിക്കും. ചബഹാർ പോർട്ട് 10 വർഷത്തേക്ക് ഇന്ത്യ ഏറ്റെടുത്ത് അത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ ഒരു ടെറിട്ടോറിയൽ ബാരിയറിനെ മറികടന്ന് വെസ്റ്റ് ഏഷ്യയുമായി നേരിട്ട് ബന്ധപ്പെടാനും അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിലൂടെയും സെൻട്രൽ ഏഷ്യയിലേക്കും റഷ്യ വരെ നീളുന്ന ഒരു വ്യാപാര പാത തുറന്നു കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ചബഹാർ തുറമുഖ വികസനം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അവിടെ ഇന്ത്യ വലിയ രൂപത്തിലുള്ള നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചബഹാർ പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അവിടെ നിന്ന് മധ്യേഷ്യയിലേക്ക് നീളുന്ന കച്ചവടപാതയുടെ വികസനമടക്കമുള്ള കാര്യങ്ങളിൽ ഡിലേ ഉണ്ടാവും, അത് നിർത്തിവെക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം ഇറാനിൽ നിന്നുള്ള എണ്ണ, ഇറാനുമായിട്ടുള്ള പല തരത്തിലുള്ള സഹകരണം, ഇതൊക്കെ ഇന്ത്യക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ പോലും ഇറാൻ പാകിസ്ഥാൻ സംഘർഷം നിലനിൽക്കുന്ന സിസ്താൻ പ്രോവിൻസിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ തന്ത്രപരമായ മൗനം പാലിക്കുകയും ചില ഘട്ടങ്ങളിൽ ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് എടുക്കുകയും ചെയ്ത ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഇറാനുമായിട്ടുണ്ട്, അത് ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കും. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇസ്രായേലാണ്. ഇസ്രായേലുമായിട്ട് സമീപകാലത്ത് വളരെ അടുത്ത സൈനിക സഹകരണവും സാമ്പത്തിക ബന്ധവും ഇന്ത്യ വളർത്തിയെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ടെക്നോളജിയുടെ മേഖലയിൽ ഇന്ത്യ ഇസ്രായേൽ സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം കൃഷിയുടെ മേഖലയിൽ അഗ്രേറിയൻ ടെക്നോളജിയുടെ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ, അതുപോലെ ആയുധ സാങ്കേതികവിദ്യ, ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി ആയിട്ടാണ് ബറക് മിസൈൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ ആൻറ്റി ടെററിസം ഓപ്പറേഷനിലെല്ലാം ഇസ്രായേലിൻ്റെ സഹായം നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്ത്യയുടെ സൈബർ വാർഫെയറിൽ ഇസ്രായേലിൻ്റെ സാങ്കേതികവിദ്യയും സഹകരണം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല വിധത്തിൽ ഇന്ത്യ ഇസ്രായേൽ ബന്ധം വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിലവിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിന് പ്രത്യയശാസ്ത്രപരമായി തന്നെ ഇസ്രായേലിലെ സയനിസ്റ്റ് റെഷീമിനോട് ആഭിമുഖ്യം പുലർത്തുന്നു എന്നതും ഒരു വസ്തുതയാണ്. അപ്പം ഇത്തരം ഘടകങ്ങളെല്ലാം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിലേക്ക് പോകുമ്പോൾ ഇസ്രായേൽ വളരെ അടുത്ത സഖ്യകക്ഷി എന്ന് വേണമെങ്കിൽ പറയാം. ഇറാനാകട്ടെ ഒരു സുഹൃത്ത് രാഷ്ട്രമാണ്. ഗൾഫ് മേഖല ഇന്ത്യയുടെ ഏറ്റവും സൗഹൃദം പുലർത്തുന്ന, ഇന്ത്യയുടെ തന്ത്രപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ ഈ സംഘർഷം വികസിക്കുന്നതിൽ ഏറ്റവും വലിയ കാഷ്വാലിറ്റി യഥാർത്ഥത്തിൽ ഉണ്ടാവുക ഇന്ത്യക്കായിരിക്കും. പ്രവാസികളെ ഒന്ന് ആ മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങളും വ്യാപാരവും തടസ്സപ്പെടുന്നതോടെ തൊഴിൽ മേഖല പ്രതിസന്ധി നേരിടും. സാമ്പത്തികമായ തകർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രതിഫലിക്കുക തൊഴിൽ നഷ്ടത്തിലായിരിക്കും. എണ്ണയുടെ വില വലിയ രൂപത്തിൽ കൂടും. അതിൻ്റെ ഭാഗമായിട്ട് അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിൽ തന്നെ അത് തെറ്റായ പ്രവണതകൾക്ക് കാരണമാകും.
ചെങ്കടൽ മേഖല വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര മേഖലയാണ്. ചെങ്കടൽ മേഖലയിലൂടെയാണ് 40% അന്താരാഷ്ട്ര വ്യാപാരം ഷിപ്പുകൾ കടന്നു പോകുന്ന മേഖലയാണ്. അപ്പോൾ ഇറാനുമായിട്ടുള്ളൊരു സംഘർഷം മുർച്ചിപ്പിങ്ങൾ സ്വാഭാവികമായിട്ടും ഇറാൻ്റെ പ്രോക്സികളായിട്ടുള്ള ഹൂത്തികൾ ചെങ്കടൽ മേഖലയിൽ ആക്രമണം കടുപ്പിക്കും. ഇപ്പോൾ നിലവിൽ ഗസ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർ അമേരിക്കൻ ലക്ഷ്യങ്ങളെയും പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെയും നിരന്തരമായി ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായിട്ടുള്ള നഷ്ടം അറിയാവുന്നതാണ്. പല കപ്പലുകളും കേപ്പ് ഓഫ് ദി ഗുഡ് ഗോഫ് വഴി തിരിച്ചുവിടേണ്ട വന്നു. അതായത് ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി അമേരിക്കയിലേക്കും അതുപോലെ പശ്ചിമ യൂറോപ്പിലേക്കും സഞ്ചരിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് കപ്പൽ കമ്പനികൾക്കും വലിയ നഷ്ടമുണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ അന്താരാഷ്ട്ര വ്യാപാര രംഗത്തുണ്ടാകുന്ന മുരടിപ്പ്, അന്താരാഷ്ട്ര സമ്പദ്ഘടനയിലുണ്ടാകുന്ന തകർച്ച, ഇതെല്ലാം വലിയ തൊഴിൽ നഷ്ടത്തിലേക്ക് നയിക്കും. സ്വാഭാവികമായിട്ടും പ്രവാസികളെ അത് വലിയ രൂപത്തിൽ സ്വാധീനിക്കും. ഇന്ത്യ പരമ്പരാഗതമായി പുലർത്തുന്ന ചേരിചേരാ നയത്തിൽ അടിയുറച്ചു നിൽക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇത്തരത്തിൽ സംഘർഷമുണ്ടാകുന്ന എല്ലാ മേഖലയിലും യുദ്ധത്തിൻ്റെ ഭാഗമായി അണിനിരക്കുന്ന ഒരു സ്വഭാവം ഇന്ത്യ കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് റഷ്യ. അപ്പോൾ റഷ്യ ഉക്രൈൻ ഇൻവേഷൻ നടന്ന സമയത്തും അത് ഉഭയകക്ഷി ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള നിലപാടാണ് ഭാരതം സ്വീകരിച്ചത്. അതല്ലാതെ റഷ്യയുമായിട്ട് ഐക്യപ്പെടാനോ റഷ്യയുടെ പക്ഷം ചേരാനോ ഇന്ത്യ തയ്യാറായിട്ടില്ല. അപ്പോൾ ഉക്രൈനായിട്ട് പക്ഷേ റഷ്യയോട് പോലെയുള്ള ബന്ധം ഉക്രൈനില്ല. 1998 ഇന്ത്യ ചഗായി സ്ഫോടനം നടത്തിയ സമയത്ത് ന്യൂക്ലിയർ സപ്ലയർ ഗ്രൂപ്പിനെ സ്വാധീനിച്ച് ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താനും ഒക്കെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഒറ്റപ്പെടുത്താനൊക്കെ മുൻകൈയെടുത്ത രാഷ്ട്രങ്ങളൊന്നാണ് ഉക്രൈൻ. എന്നിട്ട് പോലും ആ സംഘർഷത്തിൽ നമ്മൾ റഷ്യയുടെ കൂടെ അണിനിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇസ്രായേലും ഇറാനും, ഇസ്രായേൽ അടുത്ത സഖ്യശക്തിയാണ്, ഇറാൻ ഒരു സുഹൃത്ത് രാഷ്ട്രമാണ്. ഈ സംഘർഷത്തിൽ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും യുദ്ധം വ്യാപിക്കാതിരിക്കാനുള്ള സമീപനം സ്വീകരിക്കണം എന്നുള്ള ശരിയായ നിലപാടായിരിക്കും ഭാരതം സ്വീകരിക്കുക. ഇതുവരെയുള്ള റെസ്പോൺസസിൽ നിന്നും ആ ഒരു നിലപാടിൽ ഇന്ത്യ 1947 ഓഗസ്റ്റ് 15 മുതൽ തന്നെ സ്വീകരിക്കുന്ന ആ ചേരിചേരാ നയത്തിൻ്റെയും രാജ്യങ്ങൾ തമ്മിൽ സമാധാനപരമായി അവരുടെ സംഘർഷം പരിഹരിക്കണം എന്ന ആശയം പഞ്ചശീല തത്വങ്ങൾ ഉൾച്ചേർന്നിട്ടുള്ളതാണ്. അപ്പം ആ ഒരു തലത്തിലായിരിക്കും വിഷയത്തെ ഇന്ത്യ സമീപിക്കുക. അതല്ലാതെയുള്ള ഒരു റെസ്പോൺസ് ഇതുവരെ വന്നിട്ടില്ല. തീർച്ചയായിട്ടും അതുതന്നെയാണ് കരണീയമായിട്ടുള്ളത് എന്നുമാണ് ഞാൻ കരുതുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം പോലെ യുദ്ധം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയില്ല. കാരണം ഈ ഇറാനും ഇസ്രായേലും തമ്മിൽ അതിർത്തി പങ്കുവയ്ക്കുന്നില്ല. അപ്പം ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കണമെങ്കിൽ അങ്ങോട്ട് മിസൈൽ അയക്കുക, അതല്ലെങ്കിൽ പോർവിമാനങ്ങൾ അയച്ച് ആക്രമിക്കുക എന്നുള്ളത്. പോർവിമാനങ്ങൾ അയച്ച് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ശേഷി ഇറാനില്ല. അത്ര ഇപ്പോൾ F-16 പോലെയോ F-35 പോലെയുള്ള അല്ലെങ്കിൽ മിറാഷ് അങ്ങനെയുള്ള യുദ്ധവിമാനങ്ങളൊന്നും ഇറാനില്ല. മറ്റൊരു സാധ്യത മിസൈൽ ആക്രമണമാണ്. അതവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിനപ്പുറത്തേക്ക് ഇരു രാജ്യങ്ങളും തമ്മിൽ രണ്ട് രാജ്യങ്ങളുടെയും കരസൈന്യം നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ യുദ്ധം ഈ രൂപത്തിൽ ഇസ്രായേലും വ്യോമാക്രമണം നടത്തും, മിസൈൽ ആക്രമണം നടത്തും. ഇറാനും ഒരുപക്ഷെ ഇറാൻ്റെ പ്രോക്സികളായ ഹൂത്തികളെ ഉപയോഗിച്ച് അവരും ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കും. ഹിസ്ബുള്ളക്ക് ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ശേഷിയില്ല. അവർ നിർണായകമായി തകർക്കപ്പെട്ടിരിക്കുന്നു. അതേസമയം ഈ യുദ്ധം നീണ്ടു നിൽക്കും. അത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുക എന്ന നിലയിലായിരിക്കില്ല. ഇപ്പോഴും ശക്തമായ ഷിയ പ്രോക്സികൾ വെസ്റ്റ് ഏഷ്യയിലുണ്ട്. അപ്പോൾ ഹിസ്ബുള്ള പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല. ഹിസ്ബുള്ള അവിടെയുണ്ട്. ഹൂത്തികൾ ഇപ്പോഴും ശക്തരായി നിലനിൽക്കുകയാണ്. ഇറാഖ് കേന്ദ്രീകരിച്ച് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ശക്തമായ ഒരു ഷിയ മിലീഷ്യ നേരിട്ട് ഇറാൻ്റെ നിയന്ത്രണത്തിലാണ്. ഇത്തരത്തിൽ ചെറുതും വലുതുമായ നിരവധി മിലീഷ്യകൾ പശ്ചിമേഷ്യയിൽ ഇറാൻ്റെ നിയന്ത്രണത്തിലുണ്ട്, ഇറാനുമായിട്ട് സഖ്യത്തിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം സുന്നി സായുധ സംഘമായിട്ടുള്ള ഹമാസ്, മറ്റൊരു സുന്നി സായുധ സംഘമായ ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ്, ഇവരൊക്കെ ഇറാനുമായിട്ട് ആത്മൈക്യം പുലർത്തുന്ന സംഘങ്ങളാണ്. അപ്പോൾ ഈ ഷിയ സഖ്യത്തിന് പുറത്ത് ഇങ്ങനെയുള്ള ഈ സുന്നി ഗ്രൂപ്പുകളിൽ ചിലതിൻ്റെയും പിന്തുണ ഇറാനുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉപയോഗിച്ച് നിരന്തരമായി പാശ്ചാത്യ സൈനിക ലക്ഷ്യങ്ങളെയും ഇസ്രായേലിനെയും തുടർച്ചയായി ആക്രമിക്കുക എന്നതായിരിക്കും ഇറാൻ സ്വീകരിക്കുന്ന നയം. അതുകൊണ്ട് ഈ യുദ്ധം ഈ രൂപത്തിൽ ഒരു ഡീഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വാർഫെയർ എന്ന നിലയിൽ ദീർഘകാലത്തേക്ക് നിലനിൽക്കാനാണ് സാധ്യത. ലോകം ഇതിൽ ഒരു ചേരിയായി മാറാനുള്ള സാധ്യതയില്ല. ആ സാധ്യത ഉണ്ടായിരുന്നു.
കാരണം ഇറാൻ്റെ ഏറ്റവും അടുത്ത സഖ്യശക്തി ആണ് റഷ്യ, അതുപോലെ ചൈനയും. പക്ഷേ ചൈനയും റഷ്യയും ഈ വിഷയത്തിൽ ഇടപെടുന്നില്ലല്ലോ. റഷ്യക്ക് ഇടപെടാനുള്ള ശേഷി നിലവിലില്ല എന്നത് നിസ്സംശയം പറയാം. പക്ഷേ ചൈനയാണെങ്കിൽ ഇടപെടുന്നുമില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഗ്ലോബൽ ആഗോളതലത്തിൽ ഒരു സംഘർഷം എന്ന നിലയ്ക്ക് ഇത് വളരാനുള്ള സാധ്യതയില്ല. മാത്രവുമല്ല, ചൈനയുടെ സ്വാധീനം പശ്ചിമേഷ്യയിൽ കുറയ്ക്കാനുള്ള ബോധപൂർവമായ ഇടപെടലും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ത്രിരാഷ്ട്ര സന്ദർശനം ഇപ്പോൾ പൂർത്തീകരിച്ചതൊക്കെ. അത്തരത്തിൽ ചില ചർച്ചകൾ കൂടി അതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. കാരണം ചൈന 1979 മുതൽ ഇറാനും സൗദി അറേബ്യയും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷാത്മകമായ ഉഭയകക്ഷി ബന്ധങ്ങൾ നോർമലൈസ് ചെയ്യാനുള്ള സജീവമായ ഇടപെടൽ നടത്തി. അത് ഫലം കണ്ടു എന്ന് മാത്രം, അത് ഫലം കണ്ടു, നമ്മൾ അത് കണ്ടതാണ്. അപ്പോൾ ഇത് ചൈനയുടെ സ്വാധീനം ആ മേഖലയിൽ പടിപടിയായി വർദ്ധിച്ചു വരുന്നു എന്നതൊരു ഫാക്റ്റാണ്. പക്ഷേ ഇറാന് വേണ്ടിയിട്ട് സൈനികമായിട്ടോ തന്ത്രപരമായിട്ടോ ആയുധങ്ങൾ നൽകിയോ ഒന്നും ചൈന സഹായിക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് ഇത് ഒരു ഗ്ലോബൽ തലത്തിൽ, ആഗോള തലത്തിലേക്ക് ഈ യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യതയില്ല. അതേസമയം ഒരു പക്ഷേ ഇറാനിലേക്ക് ഒരു റെഷീം ചേഞ്ച്, അവിടെ ഒരു ഭരണമാറ്റമാണ് അമേരിക്ക 1979 മുതൽ അമേരിക്ക പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് കൂടുതൽ ശക്തമായി അവർ മുന്നോട്ട് കൊണ്ടുപോകും. ആഭ്യന്തരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി അവിടെ ശിഥിലീകരണം ഉണ്ടാക്കുവാനും ആ രാജ്യത്തെ ദുർബലപ്പെടുത്തുവാനും അവിടുത്തെ ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ ഫലമായി അവിടെ ഇപ്പോഴും നിലനിൽക്കുന്ന ആ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അതിന് ഒരു ആഗോളതലത്തിൽ ഒരു സംഘർഷമായി രൂപപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്.